കേരളമടക്കം 17ഓളം സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതി മലപ്പുറം പൊന്നാനിയിൽ പിടിയിൽ. കൊല്ലം പെരിനാട് ഞാറക്കൽ സ്വദേശി അമീറാണ് പിടിയിലായത്. ലോഡ്ജിൽ അനധികൃത ചീട്ടുകളി നടക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. റെയ്ഡിനിടെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതി തട്ടിപ്പിനുപയോഗിച്ച 6 മൊബൈൽ ഫോണുകളും പാസ്ബുക്കുകളും അടങ്ങിയ ബാഗ് ലോഡ്ജ് മുറിയിലെ ബാത്റൂമിന്റെ വെന്റിലേറ്റർ വഴി പുറത്തേക്ക് കെട്ടിത്തൂക്കുകയായിരുന്നു. എന്നാൽ പുറത്ത് മഫ്തിയിൽ കാവൽ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ബാഗ് പരിശോധിച്ചതിൽ നിന്ന് നിരവധി പാസ്ബുക്കുകളും മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പൊന്നാനി പോലീസ് പ്രതിയെ മലപ്പുറം സൈബർ പോലീസിന് കൈമാറി. പ്രതിയുടെ പക്കലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരിശോധിച്ചതിൽ 17 സംസ്ഥാനങ്ങളിലായി 51 സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി. ഇതിൽ 4 കേസുകൾ കേരളത്തിലാണ്. പരിശോധനയിൽ വിവിധ വ്യക്തികളുടെ പേരിലുള്ള 25ഓളം ബാങ്കുകളുടെ പാസ്ബുക്കുകൾ, 7 സ്മാർട്ട് ഫോണുകൾ, 24 ചെക്ക് ബുക്കുകൾ, 30 ATM കാർഡുകൾ, 25 സിം കാർഡുകൾ എന്നിവ കണ്ടെടുത്തു. ദുബായിൽ നിന്ന് ഒരാൾ ടെലഗ്രാം വഴി പ്രതിയെ ബന്ധപ്പെടുകയും മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും ഇയാളുടെ ഏജന്റ് വഴി സാധാരണക്കാർക്ക് കമ്മീഷൻ നൽകി വാടകയ്ക്കെടുത്ത് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും ATM കാർഡുകളും സ്ഥിരമായി സംഘടിപ്പിച്ച് നൽകുകയായിരുന്നു പ്രതിയുടെ രീതി. ദുബായിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ഫെഡ് ആപ്പ് ഉപയോഗിച്ചാണ് തട്ടിപ്പ്. പണം ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുകയും ക്രിപ്റ്റോ കറൻസി രൂപത്തിൽ ദുബായിലുള്ളയാൾക്ക് കൈമാറുകയുമാണ് പ്രതി ചെയ്തിരുന്നത്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.